നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു കുഞ്ഞ് കലാകാരിയുണ്ട്. 6ാം ക്ലാസ്സുകാരി അരുണിമയാണ്. സംസ്കൃതം ഗാനാലാപനത്തിലും അതുപോലെ കന്നഡ പദ്യം ചൊല്ലലിലും UP വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ ആളാണ്. എന്തായാലും അരുണിമയോട് നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങളൊക്കെ. എങ്ങനെയുണ്ട് കലോത്സവമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ഏതൊക്കെ ഇനത്തിലാണ് പങ്കെടുത്തത്? കന്നഡ പദ്യം ചൊല്ലലിലും സംസ്കൃതം ഗാനാലാപനത്തിലാണ് പങ്കെടുത്ത 2 ഇനത്തിലും ഫസ്റ്റ് അടിച്ചു. എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല സന്തോഷമുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? ഉണ്ടായിരുന്നു. 12 പേരിലധികം ഉണ്ടായിരുന്നു. സംസ്കൃതം ഗാനാലാപനത്തിൽ 12-ലധികം ഉണ്ടായിരുന്നു. പിന്നെ കന്നഡ പദ്യം ചൊല്ലലിലും 12 പേരുണ്ടായിരുന്നു. നമുക്കൊക്കെ ഈ മലയാളം തന്നെ കൃത്യമായിട്ട് അങ്ങോട്ട് വഴങ്ങത്തില്ല. ഈ കന്നഡയിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് പരിശീലിച്ചത്? എത്ര നാളെടുത്തു? ആരാണ് ഗുരു? കുറച്ച് നാളെടുത്തു. ഞാനും ക്ലാസ് ടീച്ചറും കൂടിയിട്ടാണ് പഠിച്ചത്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ ഒപ്പം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അധ്യാപികയാണോ അതോ ഇത്തരം? അമ്മ അധ്യാപികയല്ല. ഈ സംസ്കൃതം ഗാനാലാപനത്തിൽ പാടിയ പാട്ട് ഫസ്റ്റ് കിട്ടിയൊന്ന് പാടാം. കൃഷ്ണ കൃഷ്ണ ശ്യാമ മനോഹര മാധവ മുനിജന പൂജിത. കൃഷ്ണ കൃഷ്ണ ശ്യാമ മനോഹര മാധവ മുനിജന പൂജിത. വൃഷ്ണികുലോത്തമ യാദവ ശൗരേ രാധാ ഹൃദയ വിലോലഹരേ. വൃഷ്ണികുലോത്തമ യാദവ ശൗരേ രാധാ ഹൃദയ വിലോലഹരേ. കൃഷ്ണ കൃഷ്ണ ശ്യാമ മനോഹര മാധവ മുനിജന പൂജിത. കന്നഡയിലേക്ക് വരുമ്പോൾ കന്നഡ ഏതായിരുന്നു? എന്തെങ്കിലും പ്രത്യേകമായ ഒരു വിഷയത്തിൽ ഊന്നിയായിരുന്നോ മത്സരം? അത് ഒരു മകൻ, അതായത് ഒരു അമ്മയും അച്ഛനും മകനാണ്. അപ്പോൾ അവർക്ക് ആ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വനവാസത്തിനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ മകനെ ഒരു പാമ്പ് കൊത്തുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ആ അമ്മയുടെ വിഷമവും അമ്മയ്ക്ക് ആ മകനോടുള്ള സ്നേഹവും എല്ലാമാണ് ഈ ഒരു പദ്യത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ರಾಘವಾಂಗನ ಹರಿಶ್ಚಂದ್ರ ಕಾವ್ಯದ ಭಾಗ ಕಥಾಸಂದರ್ಭ ರೋಹಿತಾಕ್ಷಣ ಮರಣ. ವಿಷದ ಹುಗಿಯೊಯ್ದು ಹಸುರಾದ ಮೈ ನೀರಿನುರೆಯು ಸರೋವಗಲ್ಲಂ ಕಂದಿದು ಗುರ್ಗಳ ಅರಿದಿರಿದ ಗೂರ್ವಿಸುವಗಳ ಹರಿದು ಹುಲು ಹುಡಿದ ಹರಹಿದ ಕೈಗಳ ಉಂಬುಹು ತುಣ ಹಡೆಯದೆ ಹಸಿದು ಬೆಂಕಡರ್ತ ಪಸುದು ಅಕಡಗಡ ಮಡಿದ ಗೋಣ್ ತಿಸಿ ಗುರುಳಿ ಹುಡಿಹು ಕುಬರದ ವಾಯ್ ವಿರಸಂದು ಬಸವಳಿದ ನಿಜ ಸುದನ ಕಂಡಳು ಹರಿಶ್ಚಂದ್ರ ನರಸಿಹು ದಿನ ಮೊದಲಳು. ಕಂಡ ಕಾಣ್ಕೆಯುಳು ಶಿವ ಶಿವ ನಿಂದ ನಿಲವಿನಲಿದಿಂದು ಗೆಡೆದಳು. ಮೇಲೆ ಹೊರಳಿದಳು ವಿಕಿರಪ್ಪಿಕೊಂಡು ಹೊಟ್ಟೆಯನು ಹುಸಿ ಹುಸಿದು ಮೂರೆಯ ಮೇಲೆ ಮೂರೆಯಿಟ್ಟು ಉದುರಲಿ ಮುಂಡಾಡಿ ಮುತ್ತುಗೀದು ಓರೆಂತೆಗರೆದು ಕರೆದೆಂಡಲಿದು ലല്ലിഗിരിദത്തത്തു ബലവളിതു വിണ്ടാകി ജീവവിക്കും ബാസയും തേൻ കുതാണങ്ങളും ബകിതളു. ഓക്കെ, നന്നായിരുന്നു. ഏതാണ് മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പം ജില്ലാ കലോത്സവത്തിൽ ഇത് എത്രാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഉപജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉപജില്ലയിലും ജില്ലയിലും പങ്കെടുക്കാൻ പറ്റി.
ആ നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും അപ്പം അടുത്ത 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാൻ കഴിയട്ടെ, എല്ലാവിധ ആശംസകളും.